കൃഷ്ണൻ എന്നുള്ള ആ ഒരു ബിംബത്തെ നമ്മളെല്ലാം ഹൃദയത്തിലെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? കസ്തൂരി തിലകം ലലാട ഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷിതോ വിജയതേ ഗോപാല ചൂടാമണിയും. ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ, അതായത് കയ്യിൽ ഓടക്കുഴലും അല്ലെങ്കിൽ നെറ്റിയിൽ ഹരിചന്ദനമൊക്കെ ചാർത്തി സുന്ദരനായിട്ടിരിക്കുന്ന ഒരു കൃഷ്ണനെ മനസ്സിൽ കൊണ്ടു നടക്കുവാനാണ് നമ്മൾ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. ഞാനും അതെ. നമ്മുടെ ആ കുഞ്ഞിക്കാൽ, എന്ത് പ്രശ്നം വരുമ്പോഴും ആ കുഞ്ഞിക്കാൽ ചിലമ്പൊലി നമ്മളെ നയിക്കാനുണ്ട്, നമ്മുടെ കൈ പിടിച്ച് നടക്കാനുണ്ടെന്ന് എന്നൊരു ധാരണ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എവിടെ നിന്നില്ലാത്ത ഒരു ധൈര്യവും ആർജവവും കിട്ടാറുണ്ട്. പക്ഷേ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ പറയുന്ന കൃഷ്ണൻ പല തലങ്ങളിലും എങ്ങനെ ഒരു നോർമലായ ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതി മുന്നോട്ട് പോകുന്ന ഒരു ബിംബമായിട്ടാണ് വേദവ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹാഭാരതം എന്ന് പറയുന്നത് യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത് എന്നാണ് പറയുന്നത്. ഈ മഹാഭാരതത്തിൽ പറയുന്നതെല്ലാം യതിഹാസ്തി തദന്യ, പലയിടത്തും കണ്ടേക്കാം, പക്ഷേ ഇതിൽ ഇല്ലാത്തതൊന്നും തന്നെ മറ്റൊരിടത്തും കാണില്ല. അത്രയ്ക്ക് ബൃഹത്തായിട്ടുള്ള ഇതിഹാസം. ഈ കഥ കൊണ്ടുപോകും പല കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞാലും ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് വർത്തിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് പറയുന്നത് നിസ്തർക്കമാണ്. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ആദ്യം നമുക്ക് കാണുന്നത് എന്തെല്ലാം തരത്തിലാണ്? ഭഗവാനെ നമുക്ക് കൃഷ്ണൻ്റെ സഖാവായിട്ട്, അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ ഒരു സഖാവായിട്ട്, പാണ്ഡവന്മാരുടെ കസിനായിട്ട്, അവരെ പക്ഷേ കസിനാണെന്ന് പറഞ്ഞിട്ട് സഖാവായിട്ടോ ഒരു കസിനൊന്നും ആണെന്നുള്ള രീതിയിലല്ല, അവരെ വഴിയിലേക്ക് മാർഗദർശിയായിട്ട് അവരെ കൊണ്ടുപോകുന്ന ആൾ ഭഗവാനാണ്. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് നമുക്കറിയാലോ. നമുക്ക് ദ്രൗപദി രക്ഷകനായിട്ട് വരുന്ന ഭഗവാൻ, അതുപോലെ ദ്രൗപദി ആദ്യം ദ്വാരകാവാസിൻ മധുരാവാസിൻ ഒന്നും വിളിച്ചപ്പോൾ ഒന്നും ഭഗവാൻ വന്നില്ല. മമ ഹൃദയവാസിൻ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം അവിടെ ആവിർഭവിച്ചു ദ്രൗപദിയെ രക്ഷിച്ച ഭഗവാൻ. പല 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 കൺഫ്യൂഷൻസ് വരുമ്പോൾ അർജുനൻ്റെ ആ ഒരു പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തെ നിയന്ത്രിച്ച് അർജുനനെയും ധർമ്മപുത്രരെയുമുള്ള പഞ്ചപാണ്ഡവരെ ശരിയായ രീതിയിൽ നയിക്കുന്ന ഭഗവാൻ, ആ ഒരു ബിംബം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു നയതന്ത്രജ്ഞനായിട്ട് ഭഗവാൻ വർത്തിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അദ്ദേഹത്തെ ഈ ദൂതിനയക്കുന്ന ആരാ? ഭഗവാനാണ് കൗരവർക്ക് വേണ്ടി പാണ്ഡവർക്കായിട്ടുള്ള ദൂതനായിട്ട് പോകുന്നത്. അപ്പോൾ പലതും ചോദിക്കുന്നുണ്ട്. 2 ദേശം അതെങ്കിലും നിജ പാണ്ഡവർക്ക് കൊടുക്കില്ല, ഇങ്ങനെ പറഞ്ഞ് അവരെ അവസാനം സൂചി കുത്താനിടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്നുള്ള അങ്ങേ അറ്റം എത്തുമ്പോഴാണ് യുദ്ധത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ ഭഗവാൻ അനുവദിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു നയതന്ത്രജ്ഞനായിട്ട്, രാഷ്ട്രതന്ത്രജ്ഞനായിട്ട് ഭഗവാൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പല ഓരോരോ എപ്പോഴാണോ അസഹായനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സഹായത്തിന് വന്നു. പ്രത്യേകിച്ച് ദ്രൗപദിക്ക് വനവാസകാലത്ത് ദ്രൗപദി ആ ഒരു ചീരയില ആ പാത്രത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ദുർവാസാവിൻ്റെ ഒരു ശാപം കൊണ്ട് അവർ മുഴുവൻ ഭസ്മമായി പോകുമായിരുന്നു. അങ്ങനെ ദ്രൗപദി രക്ഷകനായിട്ട് എത്ര ഒക്കേഷൻസ് അല്ലേ? അങ്ങനെ പ്രധാനമായിട്ടും നമുക്ക് പാണ്ഡവന്മാരുടെ ഒരു സഹായിയായിട്ടും രാഷ്ട്രതന്ത്രജ്ഞനായിട്ടും ഇതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എന്താ? ഒത്തിരി കാര്യങ്ങൾ പറയണം. എനിക്ക് ആകെ 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഭഗവാന്റെ എല്ലാ റോൾസും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഏറ്റവും നട്ഷൽ, അതായത് നമ്മൾ ഏറ്റവും രത്ന ചുരുക്കം പറഞ്ഞാൽ, ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ട് ഒരു വ്യക്തിയും ഒരു രാഷ്ട്രവും എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അവതരിപ്പിക്കുകയാണ് മഹാഭാരതത്തിലുടനീളം ഭഗവാൻ. ഒന്ന് നോക്കൂ, എല്ലാ ഒക്കേഷൻസിലും, ഓരോ ചെറിയ സംഭവങ്ങളിലൂടെയും ഭഗവാൻ ആത്യന്തികമായി നിലനിർത്തുന്ന വിരൽ ചൂണ്ടുന്നത് ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതമാണ്. പലപ്പോഴും നമുക്ക് തോന്നാം ഭഗവാന്റെ ചില ചെയ്തികൾ അധാർമികമല്ലേ? പക്ഷെ അതൊന്നുമല്ല, ഇതിലൊക്കെ ഉപരിയല്ലേ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടാണ്, ഭഗവത്ഗീതയുടെ ഉപദേശം. ഭഗവത്ഗീത ഇല്ലെങ്കിൽ ആദ്യം പറയുന്നുണ്ട്, സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമ ഹർഷശ്ച ജായതേ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താ ത്വക്ചൈവ പരിദഹ്യതേ എന്നുള്ള അവസ്ഥയിൽ നമുക്കൊക്കെ പലപ്പോഴും
നമുക്ക് തോന്നിയിട്ടുള്ള ഒരവസ്ഥ, ഇത് ജീവിതത്തിലുടനീളം കാണുന്ന ഒരവസ്ഥ. എന്തുവാ, നമുക്ക് കൺഫ്യൂഷൻസ് വരുന്ന ഒത്തിരി ഘട്ടങ്ങൾ. നമുക്ക് നമ്മുടെ സ്വന്തം ആൾക്കാർ എതിരെ നിൽക്കുന്ന സമയത്ത് രഥം സ്ഥാപയമേച്ചുത, ഈ രഥത്തിന് ഇതിനിവരുടെ യാവതേതാ നിരീക്ഷകം യോദ്ധുകാമാൻ, ആരൊക്കെയാണ് യുദ്ധത്തിന് വേണ്ടി വരുന്നതെന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ നടുക്കോട്ട് കൊണ്ട് രഥം നിർത്തുമ്പോഴത്തേക്ക് കുറച്ച് ആദ്യമൊക്കെ വിവരങ്ങളൊക്കെ പറഞ്ഞു. വലിയ വലിയ വിജ്ഞാനിയെ പോലെ അർജുനൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവസാനം എന്തു പറഞ്ഞു? ഭഗവാനോട് പറഞ്ഞ അവസ്ഥ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറില്ലേ? നമ്മുടെ ദേഹം പല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് സീതന്തി മമഗാത്രാണി, നമ്മുടെ ദേഹം വിറയ്ക്കും, രോമഹർഷം ജായ, നമ്മുടെ ഗാണ്ഡീവം ശ്രംസദേഹസ്ഥ, നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ പോലും കൈവിട്ടു പോകുന്ന അവസ്ഥ, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈ തത്തൈ ഉപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ പരന്തപ എന്ന് പറയുവാൻ ഭഗവാൻ നമ്മൾ അവിടെ അവതരിക്കുകയാണ്. ഈ ധാർമ്മികമായിട്ടുള്ള ജീവിതചര്യകളിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ക്ലീബത, അതായത് രണ്ടും കെട്ട അവസ്ഥ മാറ്റിയിട്ട് ക്ലൈബ്യം മാസ്മ ഗമപാർത്ഥ, ഒരിക്കലും ആവരുത്. നൈ തത്തൈ ഉപപദ്യം, നിനക്ക് ഒട്ടും യോജിച്ചതല്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ പരന്തപ, ഇതാണ് എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട. ഭഗവത്ഗീതയിലാണ്, മഹാഭാരതത്തിൻ്റെ കാതലായിട്ടുള്ള ഭഗവത്ഗീതയിലെ ഈ വാക്യം നമ്മൾ എപ്പോഴും ഉള്ളിൽ കൊണ്ടുവരും. നമുക്ക് എല്ലാ തരം കൺഫ്യൂഷൻസും, രാഷ്ട്രീയമാണെങ്കിലും ഇപ്പം എന്തെല്ലാം കൺഫ്യൂഷൻസ് ആയില്ലേ, രാഷ്ട്രീയമാണെങ്കിലും ജീവിതത്തിൽ വ്യക്തിയധിഷ്ഠിതമായിട്ടാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഭഗവാൻ ധാർമ്മികമായിട്ട് നമ്മുടെ കൂടെ നയിക്കുവാൻ നമ്മളെ ഉണ്ടെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ഹൃദയ ദൗർബല്യങ്ങളെല്ലാം ത്യജിച്ച് ഏറ്റവും ഉയർന്ന തലത്തിൽ ആയിത്തീരുവാനായിട്ടുള്ള ഉപദേശം തരുന്ന ഭഗവാനാണ് നമ്മുടെ മഹാഭാരതത്തിൽ എൻ്റെ മനസ്സിൽ കാതലായി നിൽക്കുന്ന ഭഗവാൻ.